നമസ്കാരം. മോഹൻലാലിനെയും സുചിത്രയെയും പോലെ തന്നെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരാണ് അവരുടെ മകളായ പ്രണവും വിസ്മയയും. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മകളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതിമാർ. പ്രണവ് സിനിമയിലെത്തിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിലൊന്നും പ്രണവ് എത്താറില്ല. വിസ്മയയും അങ്ങനെ തന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിസ്മയ എത്താറില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട്. യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവ് എന്ന നടൻ. പ്രണവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മോഹൻലാൽ സുചിത്ര ദമ്പതികളുടെ മകനും നടനുമായ പ്രണവ് മറ്റുള്ള സ്റ്റാർ കിഡിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. പ്രണവിന്റെ ജീവിത ശൈലികൾ തന്നെയാണ് അതിന് കാരണവും. കുഞ്ഞുനാൾ മുതൽക്കേ ട്രക്കിങ്ങിനോടും ഔട്ട്ഡോർ ടൂറുകളോടും ആണ് ആൾക്ക് കമ്പം. വളർന്നപ്പോൾ അത് കൂടുകയേ ചെയ്തുള്ളൂ, കുറഞ്ഞിട്ടില്ല. യാത്രകളോടുള്ള കമ്പം കൂടി വന്നു. ഓസ്ട്രേലിയൻ ലൈഫും ഊട്ടിയിലെ ബോർഡിംഗ് കാലവും ഒക്കെ ആ ജീവിതത്തെ സ്വാധീനിച്ചു എന്നാണ് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞത്. അത്തരമൊരു യാത്രയിൽ നിന്നാണ് തന്റെ പാർട്ട്ണറിനെ പ്രണവ് കണ്ടുപിടിച്ചത്. ഈ അടുത്താണ് പ്രണവ് പ്രണയത്തിലാണെന്ന് ആലപ്പി അഷ്റഫ് തുറന്നു പറയുന്നത്. മകന്റെ ഇഷ്ടത്തിനെ കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അപ്പു ചെറുപ്പം മുതൽക്കേ ഇങ്ങനെയായിരുന്നു. ഭയങ്കര ഔട്ട്ഡോർ പേഴ്സൺ ആയിരുന്നു. ട്രക്കിംഗ് മൂപ്പർക്ക് ചെറുപ്പം മുതൽക്കേ പ്രിയമായിരുന്നു. കാരണം ചെറുപ്പം മുതൽക്കേ ഊട്ടിയിലെ ഇന്റർനാഷണൽ സ്കൂളിലാണ് വിദ്യാഭ്യാസവും. അവിടെയുള്ള കുട്ടികൾ ഇങ്ങനെയാണ്. ചെറുപ്പം മുതൽക്കേ ട്രക്കിംഗ് ഒക്കെ ആണ് കമ്പം. പക്ഷെ ചെറുപ്പം മുതൽക്കേ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നതുകൊണ്ടാകണം പ്രണവ് ഇങ്ങനെ ആയത്. 17 വയസ്സുള്ളപ്പോഴാണ് ഹിമാലയത്തിലേക്ക് പോകണമെന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിലുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു പോകുന്നതും അവനാണ്. അങ്ങനെ ആദ്യ ഹിമാലയൻ യാത്ര അവനും സുഹൃത്തും ഒറ്റയ്ക്കാണ് നടത്തിയത്. യാത്രാനുഭവങ്ങളൊക്കെ എന്നോട് പറയും. അന്ന് മുതൽക്കേ തുടങ്ങിയതാണ് പ്രേമം. നാട്ടിൽ വരുമ്പോൾ എന്നോട് പറയും എന്നല്ലാതെ അവന്റെ യാത്രകൾ എപ്പോഴും തീരുമെന്ന് അറിയില്ല. സുചിത്ര പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ പഠിച്ച ആളാണ് പ്രണവ്. ഫിലോസഫി പഠിച്ച ശേഷം എന്നാൽ ഇനി ടീച്ചിങ്ങിലേക്ക് പോകുമെന്നാണ് പാരന്റ്സ് ആയ സുചിത്രയും മോഹൻലാലും കരുതിയത്. ഒരിക്കലും മക്കളെ പഠനത്തിന്റെ കാര്യത്തിൽ എന്നല്ല, ഒരു കാര്യത്തിൽ നിർബന്ധിക്കുന്ന ആളുകൾ അല്ല തങ്ങൾ എന്ന് പലവട്ടം ഇരുവരും പറഞ്ഞിട്ടുമുണ്ട്. മക്കൾക്ക് രണ്ടാൾക്കും രണ്ടു ടേസ്റ്റാണ്. ഒരാൾക്ക് അഭിനയം ഇഷ്ടമാണെന്ന് കരുതി അതൊരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് സംശയമെന്നും സുചിത്ര ഈ അടുത്തിടെ പറഞ്ഞിരുന്നു. മക്കൾ ഒരാളെ ഡോക്ടറാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമല്ലേ നമ്മൾ നൽകേണ്ടത്. സുചിത്രയുടെ ഈ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം നേടുകയാണ്. അതേസമയം അടുത്തിടെയാണ് മകൻ സ്പെയിനിൽ ഒരു ഫാമിൽ ജോലി ചെയ്യുകയാണെന്ന് അദ്ദേഹത്തിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ വെളിപ്പെടുത്തിയത്. രേഖ മേനോനുമായുള്ള അഭിമുഖത്തിനിടെയായിരുന്നു വെളിപ്പെടുത്തൽ. പ്രണവും കുട്ടിക്കാല സുഹൃത്തും നടിയുമായ കല്യാണി പ്രിയദർശനും തമ്മിലുള്ള ശക്തമായ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കാരണം അവർ തമ്മിൽ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയത്തിലാണെന്നും കുറച്ചു കാലമായി ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഈ അഭ്യൂഹങ്ങൾ അർത്ഥശൂന്യമാണെന്നും പകരം പ്രണവ് യഥാർത്ഥത്തിൽ ഒരു ജർമ്മൻ പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വ്യക്തമാക്കിയത്. അഷ്റഫ് പറഞ്ഞ ഈ പെൺകുട്ടി തന്നെയാകണം പലവട്ടമായി പ്രണവിനൊപ്പം പലരുടെയും ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത്. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിന്റെ പ്രിവ്യൂ സ്ക്രീനിങ്ങിൽ പ്രണവ് തന്റെ കുടുംബത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോ ഏറെ വൈറലായിരുന്നു. അന്ന് ഒരു വിദേശ സ്ത്രീയും പ്രണവിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പ്രണവ് അവരെ കാറിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കൂടാതെ വിദേശത്ത് അവർ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ മുൻകാല ചിത്രങ്ങളും ഓൺലൈൻ നിറഞ്ഞിരുന്ന സമയവുമുണ്ട്. അന്ന് വിദേശ രാജ്യത്ത് ATMിൽ നിന്നും പണം എടുക്കുന്ന പ്രണവിനെയും സുഹൃത്തിനെയും ചിത്രങ്ങളായിരുന്നു ആരാധകർ കണ്ടെത്തിയത്. ബറോസ് സമയത്ത് വിസ്മയയ്ക്കും സുചിത്രയ്ക്കും ഒപ്പം വന്ന യുവതി ക്യാമറ കണ്ടതോടെ അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നതും അന്ന് ഏറെ ചർച്ചയായിരുന്നു. അങ്ങനെയെങ്കിൽ അഷ്റഫ് പറഞ്ഞ ആ ജർമ്മൻ യുവതി ഇതായിക്കൂടെ എന്നാണ് ആരാധകരുടെ സംസാരം. ഒരിക്കലും താരത്തിന്റെ ഒരു മണ്ടൻ തീരുമാനമാകില്ല, പ്രണവിനെ അത്രയും അറിയുന്നവൾ ആകും ഈ കക്ഷി എന്നുള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അടുത്തിടെയാണ് പ്രണവിനെക്കുറിച്ചും വ്യത്യസ്ത രീതികളെക്കുറിച്ചും സുചിത്ര മനസ്സ് തുറന്നത്. സ്പെയിനിലെ ഏതോ ഒരു ഫാമിൽ ആടുകളെയോ കുതിരകളെയോ വളർത്തി മകൻ ജോലി ചെയ്യുകയാണെന്ന് സുചിത്ര പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള പ്രണവിന്റെ ചിത്രങ്ങളും പുറത്തു വന്നത്. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പ്രണവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രണവിന്റെ ജീവിതത്തിലെ സംബന്ധിക്കുന്ന പല കഥകളും പ്രചരിച്ചത്. അതിലൊന്ന് പ്രണവ് മോഹൻലാൽ പ്രണയത്തിലാണെന്ന കാര്യം തന്നെയായിരുന്നു. സംവിധായകൻ ആലപ്പി അഷ്റഫ് പുറത്തുവിട്ട വീഡിയോയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. ഇടയ്ക്കിടെ നടിയും താരപുത്രിയുമായ കല്യാണി പ്രിയദർശന്റെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിന്റെ പ്രണയിനി അതല്ലെന്നാണ് അഷ്റഫ് വ്യക്തമാക്കിയത്. കല്യാണിക്ക് അമ്മ ലിസിയെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. അതിനായി അവൾ ശ്രമിക്കുന്നുമുണ്ട്. നല്ല വേഷങ്ങൾ തേടിയെത്തിയത് അഭിനയത്തിലേക്ക് തിരിച്ചു വരണമെന്ന ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ടാണ് ഫ്ളാറ്റും കാറും ഒക്കെ വാങ്ങിക്കഴിഞ്ഞത്. ഇതിനിടയിൽ കല്യാണി പ്രിയദർശന്റെ വിവാഹം കഴിഞ്ഞു. പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു. എന്നെ സോഷ്യൽ മീഡിയയിൽ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണിയെ മോഹൻലാലിന്റെ മകൻ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ്. അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഞാനത് ലിസിയോട് തുറന്ന് ചോദിച്ചു. അവർ നൽകിയ മറുപടി ഇതാണ്: അങ്ങനെ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ. അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോയെ പോലെയാണ്. അപ്പു മരം കയറും, മതിൽ ചാടും, കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പു. കൂടാതെ അപ്പുവിനൊരു പ്രണയമുണ്ട്. അത് ജർമ്മനിയിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണ്. കല്യാണിക്ക് ആരുമായും പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണവിനിയെ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട, ഇനി പ്രതീക്ഷ
പ്രതീക്ഷ വേണ്ട, എല്ലാം കൈവിട്ടു പോയെന്നാണ് ആലപ്പിയ ഷെഫ് വെളിപ്പെടുത്തിയത്. ഇത്തരത്തിൽ പ്രണവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനേകം കഥകളാണ് വരുന്നത്. ഒന്നുകിൽ പ്രണവിനെ പോലെ തന്നെ വൈബുള്ള ആളായിരിക്കണം, അല്ലാത്ത പക്ഷം വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുന്നതിനോടൊന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ കല്യാണിയും പ്രണവും നല്ല മാച്ചായിരുന്നു, അവർ വിവാഹം കഴിച്ചാലും നല്ലതായിരുന്നു. ഹൃദയം സിനിമയിൽ കണ്ടതുപോലൊരു ജീവിതം ഇവർക്കുണ്ടാവട്ടെ. പ്രണവിന്റെ സ്വഭാവ രീതി വെച്ച് ഒഫീഷ്യൽ കല്യാണം സാധ്യത കുറവാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രണവിന്റെ യാത്രകളിൽ എപ്പോഴും കൂടെയുള്ള ആ വിദേശ വനിതയാണോ ഇനി കാമുകി? താങ്കൾ വീഡിയോയിൽ പറഞ്ഞതിലൂടെ ചില കാര്യങ്ങളിൽ വ്യക്തത വരാൻ സാധിച്ചു. എന്നാൽ ഒരു ജർമ്മനിക്കാരിയെ വിവാഹം ചെയ്ത് ജർമ്മനിയിൽ താമസിച്ചാൽ അവിടെ പെട്ടുപോകുമെന്ന് പ്രണവ് ഓർത്താൽ നല്ലതായിരിക്കും. ജർമ്മനിക്കാരിയെ വിവാഹം കഴിക്കേണ്ടി വന്ന് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യേണ്ടി വന്ന ഒരാളുടെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അടുത്തിടെ വായിച്ചത് ഓർത്തു പറഞ്ഞു പോയതാണെന്നാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത്. നേരത്തെ മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കാണാൻ മോഹൻലാലിനും കുടുംബത്തിനുമൊപ്പം ഒരു വിദേശ വനിത എത്തിയതാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശ വനിതയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെടുന്നത്. തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ഈ യുവതിയെയും കാണാം. തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് വിസ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാമായിരുന്നു. ഇതിനു മുമ്പും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്ന് ആരാധകരും പറഞ്ഞിരുന്നു. താരപുത്രൻ വിദേശ യാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത്. എന്തായാലും പ്രണവിനെയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന യുവതടിമാർക്കെല്ലാം ഇതൊരു ദുഃഖവാർത്തയായിരിക്കുമെന്നാണ് കമന്റുകൾ. നേരത്തെ നടി ഗായത്രി സുരേഷ് പ്രണവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു. അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നു പറച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ നടി നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട്. പിന്നീട് അത് താരത്തിനെതിരെ ഒരു ട്രോൾ മഴയായി മാറാറുണ്ട്. അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താനെന്ന് ഗായത്രി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്.